എല്ലാവരുടെയും ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ആശ്രമം മസൂറിയിലുണ്ട്. മസൂറിയിൽ എനിക്ക് തോന്നുന്നൊരു ഹിൽ സ്റ്റേഷനാണ്. IASൻ്റെയൊക്കെ കുട്ടികളെ അവിടെ നിന്നാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു 150 വർഷം പഴക്കമുണ്ട് ആശ്രമത്തിൽ. ഏതാനും ദിവസങ്ങൾ അവിടെ പാർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അവരുടെ ഒരു ക്രോണിക്കലുണ്ട്. ഈ 150 വർഷത്തെ കൃത്യമായ കാര്യങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന 1968 ആണ് തന്നെ എൻ്റെ വിചാരം. ജൂലൈയിൽ ഒരു താളിൽ ഇങ്ങനെ ഒരു പേപ്പർ റിപ്പോർട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അതിങ്ങനെയാണ്: ഇന്നിടത്ത് ഇന്നലെ പുലരിയിൽ ഒരു വൈദികൻ കൊല്ലപ്പെട്ടു. ഇറ്റാലിയൻ വൈദികനാണ്, ലിയോ എന്നാണ് പേര്. അദ്ദേഹത്തിന് ഞരക്കം കേട്ട അവിടെ ഇങ്ങനെ സഹായിക്കുന്നൊരു മനുഷ്യൻ തൊട്ടടുത്തുള്ള സ്കൂൾ കെട്ടിടത്തിൽ പാർക്കുന്ന മറ്റൊരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നു. പർണാസനാണ് തൻ്റെ കൂട്ടുകാരൻ തിരിച്ചറിഞ്ഞ ഇയാള്. താഴെ ചാപ്പലുണ്ട്, അവിടോട്ട് ഓടി ഇങ്ങനെ പർണാസനക്ക് വേണ്ടിയുള്ള ആ കൂദാശ പരികർമ്മത്തിന് വേണ്ടി തിരിച്ചെത്തുമ്പോഴാണ് എന്തോന്ന് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒന്നുകൂടി ഓടി കൂദാശ കൊടുത്തു. രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഒരാൾ കടന്നുപോയി. 7 മിനിറ്റിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു അവർക്കിടയിൽ. അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു 7 മിനിറ്റ് ഉണ്ടായിരുന്നു. ആരാണ് ഇത് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു. ഇല്ല. ആരാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചു. ഇല്ല. അവർ പറഞ്ഞു ഇത്രയും സമയം കിട്ടിയിട്ട് നിങ്ങൾ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഡിറ്റക്റ്റീവ് അല്ല, പ്രീസ്റ്റാണ്. എന്നോട് ഡിറ്റക്റ്റീവ്, പ്രീസ്റ്റ്. അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള വായന മുറിയുകയാണ്. ഇത് മതി. ഒരു ദേശത്തുനിന്ന് ഒരു യാത്രയിൽ നിന്നൊക്കെ ഒരു ടേക്ക് അവേ വേണമെങ്കിൽ ഒരു കാര്യം മതി. എന്താണ് പുരോഹിതൻ എന്നുള്ളതൊക്കെ ആവശ്യത്തിലേറെ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ വിചാരിക്കുന്നു എന്തല്ല എന്നാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. എന്താവണം എന്നുള്ളതിനൊക്കെ നടപ്പ് രീതികളുണ്ട്. അല്ലെങ്കിൽ വളരെ കൃത്യമായ ഇങ്ങനെ ധ്യാനവും പ്രകാശമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായിക്കൂടെന്നുള്ളതിന് കുറെ കൂടി വിവേചനം ആവശ്യമുണ്ട്. എന്തൊക്കെ ആയിക്കൂട. അത്തരമൊരു മനസ്സിനെ തൊട്ട അനുഭവത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഒരു കുഞ്ഞു വിചാരം ഒന്ന് വളരെ വേഗത്തിൽ, എനിക്ക് നൽകിയ സമയത്തേക്കാൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കരുതുക. ദീർഘമായ സംഭാഷണങ്ങളുടെ ആവശ്യമോ പ്രസക്തിയില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് ലോകത്തെ ഏതൊരു ജീവിതശൈലി സ്വീകരിച്ച മനുഷ്യരെക്കാൾ കൂടുതലും വ്യാകുലത ആവശ്യമുള്ള, ആൻസൈറ്റി ആവശ്യമുള്ള കൂട്ടമാണ് നമ്മളാണ്. ഭയങ്കരമായ സോഷ്യൽ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുക. വാസ്തവത്തിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക ജീവിത രീതി ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിർത്തുന്നുണ്ട്. യേശു ഇതിനെക്കുറിച്ച് പറയുന്ന ചില സൂചനകൾ ഒന്ന് വളരെ വേഗത്തിൽ കണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കരുതുക. ചിലപ്പോഴെങ്കിലും ഒരു ധാർഷ്ട്യമുള്ള മനുഷ്യർ ഇതിനകത്ത് വന്ന് ചാടാറുണ്ട്. അവർ പറയുന്നു മനുഷ്യരെ കേൾക്കേണ്ട ബാധ്യതയില്ല, ദൈവത്തിന് മനുഷ്യരുടെ ഇടയിലാണ് ഞങ്ങളുടെ കണക്ക്. വാസ്തവത്തിൽ മനുഷ്യനാണ് കേൾക്കേണ്ടത്. മനുഷ്യരെ കേൾക്കാൻ വേണ്ടിയാണ്. ക്രിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒക്കെ എത്തിമോളജി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ബ്രിഡ്ജ് മേക്കർ എന്നാണ്, പാലം പണിയുന്ന ആളാണ്. മനുഷ്യർക്കിടയിൽ തകർന്നു പോയ പാലവും മനുഷ്യർക്കും ഈശ്വരനിടയിൽ തകർന്നു പോയ പാലവും ഒക്കെ വീണ്ടെടുക്കേണ്ട മനുഷ്യരുടെ പേരാണ്. മനുഷ്യനാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വിചാരണ ചെയ്യുന്നത്. നമുക്കൊന്ന് 2 വിശുദ്ധരായ അച്ഛന്മാരൊക്കെ ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ തിയോഫ്രച്ച് എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ ഒരു വൈസ് പോസ്റ്റ്ഗ്രേറ്റ് ആയിരുന്നു കുറച്ചു കാലം. അസൽ ഒരൊറ്റ കാര്യം മാത്രമാണ് അതിനകത്ത് നമ്മൾ പഠിച്ച് കൈമാറേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലം എന്ത് പറഞ്ഞു.
വേറൊന്നുമില്ല. അത്ഭുതങ്ങളൊക്കെ അതിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിലാണ്. ഇതത്തെക്കുറിച്ച് അതിൻ്റെ കാലം എന്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ പാർത്തവരെന്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വോക്സ് പോപ്പുലി എന്നൊരു വാക്ക് നമുക്കുണ്ടായത്. ജനശബ്ദമാണ് ദൈവശബ്ദം. അതിനിങ്ങനെ അൾട്ടിമേറ്റായിട്ട് വിധേയപ്പെട്ടും വിനയപ്പെട്ടും ഒക്കെ ജീവിക്കേണ്ട ബാധ്യത നമുക്കുണ്ടാകും. 5 തരം മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കാണുന്നുണ്ട്. ഇങ്ങനെയാണ് യേശു പറയുന്നത്. അപ്പോസ്തലന്മാരെ നമ്മൾ നോക്കിക്കാണും. വിചാരണയിൽ ഇങ്ങനെ 12 ഗോത്രങ്ങൾ വിധിക്കാനായിട്ട് 12 മനുഷ്യർ എണീറ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് ഒരു കാരണത്തിന് വേണ്ടി ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യരാണ്. ആ കൂട്ടത്തിൽ എല്ലാത്തരം മനുഷ്യർ, എനിക്ക് പരിചയമുള്ള മിക്കവാറും മനുഷ്യർ പെടുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇവർ വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പേരൻസ് ഉൾപ്പെടെ. പൂർണ്ണമായിട്ട് കൊടുത്ത മനുഷ്യർ. ഞാൻ പാർക്കുന്ന ആ ഇടത്തില് ഞാൻ ചിലപ്പോൾ വൈകി വരുന്ന ദിവസങ്ങളിലും ഞാൻ വളരെ നേരത്തെ പോകുന്ന ദിവസങ്ങളിലും ഒക്കെ ഒരു ചെറിയൊരു കട തുറന്നു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. കട്ടിച്ച് 2-2.5 മണിക്കൂർ പോലെ അയാൾ ഉറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ചില കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യന്റെ പേരാണ് അപ്പോസ്തലന്മാർ. അവരാണ് നമ്മളെ വിധിക്കുന്ന പറയുന്നത്. എന്ന് പറഞ്ഞൊരു കർഷക തൊഴിലാളിയുടെ മരണം ഇന്ത്യയിലെ ദേശീയ പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു 80 വയസ്സുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ടലുകൾ കുത്തി നടക്കുകയായിരുന്നു. സമകരമാണത്. ഈ നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഈ ചേർലി കണ്ടൽ കുത്തി പോകുക എന്ന് പറഞ്ഞത് എളുപ്പമല്ല. ഒരു ദേശത്തിന്റെ മുഴുവൻ കണ്ടലിന്റെ സംരക്ഷണത്തിന്റെ വലിയൊരു പങ്ക് ഇയാൾക്ക് അർഹതപ്പെട്ടത്. ഈ കണ്ടലുള്ളത് കൊണ്ടാണ് ഈ പലതരം മത്സ്യങ്ങളുള്ളത്. കാരണം അതിന്റെ വേരുകളിലാണ് മിക്കവാറും മത്സ്യങ്ങൾ ഇങ്ങനെ മുട്ടയിടുന്നത്. പ്രജനമൊക്കെ സംഭവിക്കുന്ന അവിടെയാണ്. ഈ തണുപ്പ് നിൽക്കുന്ന ഈ മനുഷ്യന്റെ പേരാണ് അപ്പോസ്തലൻ. അവിടെ പൗലോസ് പറയുന്നത് നന്മ ചെയ്തതിലും അടുപ്പുണ്ടാകാതിരിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കിനെ കമ്പാഷൻ ഫറ്റീഗ്. കുറച്ച് മനുഷ്യോന്മുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ അലട്ടുന്ന വാക്കതാണ് ഇങ്ങനെ കമ്പാഷൻ ഫറ്റീഗ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല തലയിൽ. നിങ്ങൾക്കും പോകണം ചോദിച്ചപ്പോൾ പീറ്റർ നമുക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്. നമുക്ക് പോകാനായിട്ടൊരിടമില്ല. വേണ്ടെന്ന് വെച്ചാൽ ആ ഒരേ ഒരിടം, ആ ഒരേ ഒരാളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വിചാരം. പഴയകാല ആധാരങ്ങളിലൊക്കെ ഇങ്ങനെ തലഘട്ടത്തിനൊക്കെ പറയുന്ന കണക്ക് പുരോഹിതന്റെ തൊഴിലിന്റെ കോളത്തിൽ എഴുതി വെക്കുന്ന ദൈവവിചാരം എന്നൊരു സംഭവം മാത്രമാണ്. ഗോഡസ് പേഴ്സൺ ഒന്നതാണ്. രണ്ടാമതായിട്ട് യേശു പറഞ്ഞു ഷേബാലെ രാജ്ഞി നിങ്ങൾ വിധിക്കും. ആരാ ഷേബാലെ രാജ്ഞി? എവിടെയോ ഒരാൾക്ക് ഒരു ജ്ഞാനത്തിന്റെ പൊൻതരി ഉണ്ടെന്നറിഞ്ഞിട്ട് അപകടകരമായ യാത്ര നടത്തി അയാളിലേക്ക് എത്തിയ സ്ത്രീയുടെ പേര്, ജ്ഞാനാന്വേഷിയായ സ്ത്രീയുടെ പേരാണ് ഷെബ. ഇപ്പോഴത്തെ യമൻ എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. യഹൂദർക്ക് കടലിനെ പേടിയാണ്. അതുകൊണ്ടാണ് അവരുടെ സ്വർഗീയ ജെറുസലേമിൽ കടലിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ഭയപ്പെടുന്ന ആ കടലിന് മീതെ ഒരു സ്ത്രീ ഇങ്ങനെ തുഴഞ്ഞു വരികയാണ്. രണ്ടാമത് നമ്മളെ വിധിക്കാൻ പോകുന്ന ഇങ്ങനെ ഭൂമിയിലെ ജ്ഞാനികളായ മനുഷ്യരായിരിക്കും. ഇതൊക്കെ ജ്ഞാനത്തിന്റെ ഹബ്ബാണ്. സെമിനാരി അങ്ങനെ തന്നെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. എത്രയോ പണ്ഡിതരായ മനുഷ്യർ രൂപപ്പെടുത്തിയ, പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും നല്ല ലൈബ്രറി ഉള്ള, ഏറ്റവും വലിയ പണ്ഡിതർ വസിച്ചിരുന്ന ഇടമൊക്കെ ഇത്. നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഈ ജ്ഞാനത്തിന്റെ ചില സരണികളൊക്കെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് പറ്റണം. വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആ സ്പർദ്ധയൊക്കെ വരുന്ന ജ്ഞാനത്തിന്റെ ഒരു അഭാവം കൊണ്ടാണ്. ഈ മല കയറുന്ന മനുഷ്യരെ കണക്കാണ്. മല കയറി തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്ന അവർ മാത്രമേ ഉള്ളെന്ന്. പക്ഷെ ഇങ്ങനെ മല കയറി തുടങ്ങുമ്പോൾ ഈ കുന്നിന്റെ വ്യാസം കുറയുകയും മനുഷ്യർ ഉയരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് പിടുത്തം കിട്ടും. ഇങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അത് പിടുത്തം കിട്ടാത്തവരാണ് ഇങ്ങനെ സംഘർഷങ്ങളുടെ മുനെ ഇങ്ങനെ രാഗി നീക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ വലുതാക്കും. ഏറ്റവും ജ്ഞാനിയായ മനുഷ്യന്റെ പേര് സോളമൻ എന്നൊക്കെ അല്ലേ നമ്മൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ കരുതുന്നത്. അയാളെ കുറിച്ച് വേദപുസ്തകം പറയുന്നതാണ് അയാൾക്ക് ദൈവം ഇങ്ങനെ കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു. ഇതിനേക്കാൾ കൂടുതൽ എന്തൊരു മെറ്റഫർ വേണം നിങ്ങൾക്ക്? ഏശയുടെ പുസ്തകം എടുക്കുക. ഏശയുടെ പുസ്തകത്തിന്റെ നമുക്കറിയാം പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ടൊരു പുസ്തകമാണ് ഏശയുടെ പുസ്തകം.
ഒന്നാം ഏഷ്യ രണ്ടാം ഏഷ്യ എന്നൊക്കെ പറയുന്ന കണക്ക് ആദ്യത്തെ ആ ഒരു പോർഷനിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ നിശിതമായിട്ടാണ് നേരിടുന്നത്. വളരെ അപമാനകരമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഒഴിവിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ ആദരവ് കിട്ടുന്നു. എന്ത് സംഭവിച്ചു? ഈ കാലത്തിൻ്റെ ഇവർക്ക് എക്സൈൽ ഉണ്ടായി. അവര് ഇങ്ങനെ കുടിയേറപ്പെട്ട അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയ ദേശങ്ങളിലൊക്കെ, പേർഷ്യൻ സംസ്കാരങ്ങളിലൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് വലിയ ആദരവും പരിഗണനയും കീ പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ക്രിസ്ത്യാനി അങ്ങനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഭണ്ഡാര വിചാരിപ്പുകാരനൊക്കെ പറഞ്ഞ് നമ്മൾ നടപടി പുസ്തകത്തിൽ വായിക്കും. മറ്റു സംസ്കാരങ്ങളിലൊക്കെ ഇവർക്ക് കൃത്യമായ ആദരവ് ഉണ്ടായിരുന്നു. ഇവർക്ക് ഇല്ലാതെ പോയത് ഒരു പെർഫെക്റ്റായ മാനെയും പെർഫെക്റ്റായ സ്ത്രീയെ മാത്രം രൂപപ്പെടുത്തുന്ന ഒരു മതം. അവർക്ക് ഇംപെർഫെക്ഷൻസ് താങ്ങാൻ പറ്റത്തില്ല. അവർ വിചാരിച്ചു മനുഷ്യൻ ഉണ്ടെങ്കിൽ 100% ആണായിരിക്കും, 100% സ്ത്രീ ആയിരിക്കും. എന്തൊരു ദുർബലമായ ശാഖയാണ്. അതിന്റെ അപാകത പിടുത്തം കിട്ടിയ മനുഷ്യർ തിരിച്ചു വന്നിട്ട് ഇവരെ കുറിച്ച് ഭംഗിയായിട്ട് പറയാൻ തുടങ്ങി. ജ്ഞാനം നിങ്ങൾക്ക് തരുന്ന അകത്തും പുറത്തുമുള്ള വലിപ്പമുണ്ട്. അത് ജ്ഞാന സഞ്ചാരങ്ങളിലായിരിക്കും. ഞാൻ വിചാരിക്കുന്നൊരു ഏകദേശം ഒരു 7 വർഷക്കാലമെങ്കിലും നമ്മൾ ഇതിനകത്തുണ്ട് ഒരേ പശ്ചാത്തലത്തിൽ. അത് ഇതുമാത്രം മനുഷ്യരാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ പുസ്തകശാലയിൽ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ ലൈബ്രറിയിൽ കാത്തിരിക്കുന്നത്. അവിടെയൊക്കെ ഏറ്റവും വലിയ സംഘടന കാലത്തെ ഏറ്റവും പണ്ഡിതരായ അധ്യാപകർ ഞങ്ങൾക്കുണ്ടായിരുന്നു. കെ ലൂക്ക് എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെ 10-60 ഭാഷയിൽ കൃത്യമായിട്ട് പ്രാവീണ്യം ഉണ്ടാവുകയും ഒരു 10-20 ഭാഷയ്ക്കെങ്കിലും ഗ്രാമർ ടെസ്റ്റ് ഒക്കെ എഴുതിയ മനുഷ്യന് കെ ലൂക്ക്. ഇത്തരം മനുഷ്യരൊക്കെ ഞങ്ങളുടെ മുറിയുടെ അപ്പുറത്ത് പാർത്തിട്ട് ഞങ്ങളിങ്ങനെ ഈ പരീക്ഷയ്ക്ക് കിട്ടുന്ന 40 മാർക്കിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ജീവിച്ചു. അവരും കടന്നുപോയി, ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. കുറെ കൂടി നിങ്ങളുടെ ഗുരുക്കന്മാരെ ഉപയോഗപ്പെടുത്തുക. അവര് നിങ്ങൾക്ക് വേണ്ടി ഒരു അനോണിമസ് ലിവിങ് ഏറ്റെടുത്ത മനുഷ്യരാണ്. ഞാൻ വിചാരിക്കുന്നു ആവത് ജീവിതം കൃത്യമായിട്ട് നയിക്കുന്നത് ഇങ്ങനെ ആശ്രമങ്ങളിൽ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ അല്ലെങ്കിൽ വൈദിക പാഠശാലകൾ അധ്യാപകരാണ്. എത്ര കാലമായിട്ട് അവരിങ്ങനെ ഇതിനകത്ത് നിശബ്ദമായിട്ട് പാർക്കുന്നുണ്ട്, ജ്ഞാനത്തിന്റെ ഉപാസകരായിട്ട്. കുറച്ച് പാസ്റ്ററിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കുട്ടികളുടെ ഭാഷയിൽ ഒരു മൈലേജ് അത്തരം പണ്ഡിതരായ നിങ്ങളുടെ അധ്യാപകർക്ക് കിട്ടുന്നില്ല. കാരണം അവരിങ്ങനെ ഇതിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുക. അവരെയൊക്കെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക, അവരെ എക്സ്പ്ലോർ ചെയ്യുക, ഏറ്റവും പുതിയ കാര്യങ്ങളെ കുറിച്ച് അവരുമായിട്ട് സംസാരിക്കുക. രണ്ടതാണ്. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു, നിനിവേ നിങ്ങളെ നിശ്ചയമായിട്ട് വിധിക്കും അന്തിമ ദിനങ്ങളിൽ. അത് നിനിവേ നിവാസികൾ ഇങ്ങനെ ദൈവവചനത്തെ ഒക്കെ ഇങ്ങനെ ലളിതമായിട്ട് എടുക്കുന്ന മനുഷ്യരാണ്. സങ്കീർണതയുടെ ഭാരമില്ലാതിരിക്കുന്ന മനുഷ്യരാണ്. അമിത വ്യാഖ്യാനങ്ങളിലായിരിക്കുന്ന മനുഷ്യരാണ്. വ്യാഖ്യാനങ്ങളിൽ മറഞ്ഞു പോകുന്ന ഒരു സ്നേഹമുണ്ടെന്നൊക്കെയാണ് ഞാൻ പലപ്പോഴും കരുതുന്നത്. അമിത വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ദൈവശാസ്ത്ര പഠനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ സ്നേഹത്തിന്റെ കനലിൽ ഇങ്ങനെ ഊതി ഉണർത്താൻ വേണ്ടി. പാഷൻ ഫോർ ദ ലോർഡ്. ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ പോലും ആ പുസ്തകം എഴുതിയ ആളോട് സ്നേഹം അനുഭവപ്പെടണം. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങളൊക്കെ കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നൊക്കെ വിറ്റുപോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം വാസ്തവത്തിൽ നമ്മളോട് അടുപ്പമുള്ള മനുഷ്യർ കുറച്ച് പേര് അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം. ആദ്യം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ന്യൂ ടെസ്റ്റന്റ് എന്ന് പറയുന്ന പുസ്തകം പോലും ഇഷ്ടപ്പെടണമെങ്കിൽ ഇയാളോട് പാഷൻ ഉണ്ടാവും. അപ്പോഴാണ് അയാൾ എന്ത് പറഞ്ഞു, അയാൾ എന്ത് ആവശ്യത്തിന് നമുക്ക് ഇവിടുത്തെ കിട്ടുന്നത്. കുറച്ചുകൂടി ഈ വചനകേന്ദ്രീകൃതമായ ഒരു ജീവിതം സാധ്യമാണ്. കാരണം അതേപോലെ വചനമെടുത്ത മനുഷ്യരുടെ റെപ്രസെന്റേഷനാണ് ഈ നിരുമേരിവാസികൾ. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനുഷ്യർക്ക് രക്ഷ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എരുത്തിലെ പശുക്കൾക്ക് രക്ഷ ഉണ്ടാവുന്ന കൂടിയാണ്. അതിൽ നിന്നും വിഭിന്നമായിട്ട് അവർക്കൊരു ജീവിതമില്ല. അവരെന്ത് ചെയ്തു? ഈ എരുത്തിലെ പശുക്കളെയും ഒക്കെ പട്ടിണി കെട്ടു, അതിനെയും ഒക്കെ ചാരം പൂശി, അതിനെയും ചാക്കോസം ധരിപ്പിച്ചു. അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തിരുവചനങ്ങൾ എടുക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അവർ വിളിക്കുന്ന വാക്ക് കരിസ്മാറ്റിക് എന്ന് വിശേഷിക്കുന്ന വാക്ക്. യൂത്ത് എന്നൊക്കെയാണ് അവരുടെ ചെറുപ്പകാലം. ഇവിടെയൊക്കെ ഗൗരവമായിട്ട് എടുക്കുക. ഇത്രയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് അവരെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കേണ്ട കാര്യമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നാരായണ ഗുരു ദേവൻ എന്ന് പറയുന്നത് ഈ ദേശത്തെ ഏറ്റവും പണ്ഡിതനായ മനുഷ്യനായിരുന്നു.
ദേശത്തിന്റെ ഗുരുവാണ്. ഗുരു എന്ന് പറയുമ്പോൾ ഒറ്റവാക്കി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ ഗ്രാമറിലൊക്കെ പറയുന്ന കണക്ക് ലഘു നീട്ടിപ്പാടി ഗുരുവായത് ഒറ്റ ഗുരു. ഈ മനുഷ്യന്റെ കവിതകൾക്ക് ഒരു പാഠം ഉണ്ടാക്കാനായിട്ട്, ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാനായിട്ട് കുമാരനാശാൻ തീരുമാനിച്ചു. അതാരോ ഈ ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു ഈ ആശാനെ വിളിക്കുന്ന വാക്ക് കുമാരു എന്നാണ്. കുമാരു വൈക്കോൽ കെട്ടാൻ വേണ്ടി വേറെ വൈക്കോൽ അന്വേഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു കാർഷിക പരിസരത്ത് നിന്ന് വന്ന് നമുക്കറിയാം, വൈക്കോൽ കെട്ടാനായിട്ട് അതിനകത്ത് തന്നെ ഒരു വള്ളിയെടുത്ത് കെട്ടിയാൽ മതി. അങ്ങനെ പ്രശ്നമുണ്ട്. മൂന്നതാണ് കുറെ കൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അസീല ഫ്രാൻസിസ് ഒക്കെ പേപ്പേഴ്സോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ ഒരു 12 ചെറുപ്പക്കാരങ്ങനെ മുട്ടിമേ നിൽക്കുകയാണ്. പോപ്പ് കുറച്ച് ധാർഷ്ട്യമുള്ളൊരു പോപ്പാണ്, ഇന്നസെന്റ് മൂന്നാമൻ. വളരെ സഹജമായ ഡോസിറ്റോടുകൂടി ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കൂടുതൽ കിളിരം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് കയ്യിലെ പുസ്തകം ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ബാങ്കിലിന് ഉയർത്തിക്കാട്ടിട്ട് പറഞ്ഞു, ഒന്നും വേണ്ട പിതാവേ, ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാനായിട്ട് നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചു തന്നാൽ മാത്രം മതി. പിൽക്കാലങ്ങളിൽ വീട്ടിലെ പാരൻസിനോടും സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകരോടും പള്ളിയിലെ ഉപദേശികളോടും ഇങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരുടെ ഒക്കെ മുമ്പിൽ ചെന്നിട്ട് മുട്ടുമെന്നിട്ട് പറയണം, നെറ്റിലൊരു കുരിശ് വരച്ചു തരാമോ? ഇതിനാണ് ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കുവാൻ. അപ്പൊ അവരാണ് ഈ മൂന്നാമത്തത്. നാലാമതായിട്ട് ഓരോ പുതിയ തലമുറയും നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മക്കൾ ഞങ്ങൾ വിധിക്കുന്നത് മാത്രമേ അർത്ഥമുള്ളൂ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റ്. എൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. യേശു ഇങ്ങനെ പിശാചുക്കളെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ യേശു പുഞ്ചിരോട് തന്നെ നേരിട്ടു. യേശു പറഞ്ഞു, അതൊക്കെ കൊള്ളാം, എനിക്ക് നിങ്ങളുടെ കുഞ്ഞു കാര്യം ചോദിക്കാനുണ്ട്. എന്താണത്? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? അത് നിങ്ങൾ പറയുന്ന ഈ ഒരാളെ കുറിച്ച് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അഥവാ അവരത് ചെയ്യുന്നത് ദ ഫിംഗർ ഓഫ് ദ ലോർഡ്, ഹോളി സ്പിരിറ്റ് കിട്ടുന്ന ഏറ്റവും നല്ല വിശേഷണമാണ് ഫിംഗർ ഓഫ് ദ ലോർഡ്. മൈക്കലാഞ്ചലോക്കെ വരച്ച സൃഷ്ടിയുടെ പടമൊക്കെ കണ്ടില്ല. വാസ്തവത്തിൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ കൈയല്ല നീട്ടുന്നത്, ആസാദൻ ശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഈ ഫിംഗർ ഓഫ് ലോർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭീകരമായിട്ട് മനുഷ്യന്റെ ബോധത്തിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ ഈ ഫിംഗർ ഓഫ് ദ ലോർഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ വിധിക്കാൻ പോകുന്ന നിങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും. ഓരോ തലമുറയും അതിന്റെ മുമ്പത്തെ തലമുറ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്കെതിരായിട്ട് ഈ മുതിർന്നവർ പറയുന്ന ഒരു വർത്തമാനത്തിൽ ഞാൻ ഇന്നോളം പങ്കുചേർന്നിട്ടില്ല. എൻ്റെ ഒരു അടിസ്ഥാന ബുദ്ധി കൊണ്ട് എനിക്ക് പിടുത്തം കിട്ടും, ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ആന്തരിക സൗന്ദര്യവും ആന്തരിക പ്രകാശവും അനുഭവിക്കുന്ന അടുത്ത തലമുറയാണ്. നിങ്ങൾക്ക് ഉദാഹരണം വേണമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ തർക്കിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ആരെയും പരിഹസിക്കാറില്ല, ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ പരിഹസിക്കാറില്ല, ബോഡി ഷെയ്മിങ് തീരെയില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കിടയിലായിരുന്നു. അതൊക്കെ ഇങ്ങനെ വലിയ പ്രകാശത്തിന്റെ അടയാളമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരു കാലിന് വയ്യാത്തൊരു കുട്ടിയെ കൊണ്ടായിരുന്നെങ്കിൽ അതിന് നാട്ടുമ്പുറങ്ങൾ വിളിക്കുന്നൊരു പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇപ്പൊ അത്തരം കുട്ടികളെ റെസ്റ്റ് റൂമിൽ കൊണ്ടുപോകാനായിട്ട്, വാഷ്റൂമിൽ കൊണ്ടുപോകാനായിട്ട് ഇടവേളകളിൽ അവന്റെ കൂട്ടുകാരികളും ഇങ്ങനെ മത്സരിക്കുകയാണ്, എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു തലമുറയും അടുത്ത തലമുറയേക്കാൾ മെച്ചപ്പെട്ട തലമുറ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പിന്നാലെ വരുന്നവന്റെ ചെരുപ്പഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. മക്കളുടെ ചെരുപ്പിന്റെ വാറഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന 50 വയസ്സിന് മീതെയുള്ള ഞങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ല. ഒരു കൃത്യമായ റിയലൈസേഷൻ. ഈ സുവിശേഷം എന്തായിരുന്നു? സുവിശേഷം കുട്ടികൾ രൂപപ്പെടുത്തിയതാണ്. അപ്പോസ്തലന്മാരുടെ പ്രായമൊക്കെ എക്സജറ്റിക്കൽ സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കുന്നില്ലേ? 14 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ. ഇവിടെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ പ്രായമുള്ള അപ്പോസ്തലന്മാര് ക്ലാസിക് ചിത്രരചന ഉണ്ടാക്കി വെച്ച അബദ്ധം. 60-70 വയസ്സുള്ള മനുഷ്യര് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് വീട് പോലും വാങ്ങത്തില്ല. ആരെങ്കിലും പോകുമ്പോൾ പറയും, വീട് വാങ്ങിക്കൊണ്ട് വരാമോ? അവരൊന്നും ലോകത്തിന്റെ അതിരുകളൊന്നും പോയിട്ടുമില്ല, പോകത്തുമില്ല. ഇത് ചെറുപ്പക്കാരുടെ സ്നേഹഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തെളിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ഇങ്ങനെ ചെറുപ്പക്കാർക്കെതിരായിട്ട് പറയുന്ന വർത്തമാനത്തിൽ യേശുവിനെ ഓർത്തെന്നല്ല. അവസാനമായിട്ട്
നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്ത എല്ലാ യാചകരും നിങ്ങളെ വിധിക്കും, ദരിദ്രർ നിങ്ങളെ വിധിക്കും. അൾട്ടിമേറ്റ് അതാണ്. അവർക്ക് ഒരു വക്കീലില്ല. അവർക്ക് വക്കീലില്ലാത്തത് കൊണ്ട് അവർ വെച്ചിരിക്കുന്ന വക്കീലിന്റെ പേര് നസ്രത്തിൽ യേശു. അത് പറയും, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? തടവില് ഒരു സ്ട്രോ ചോദിച്ച് കിട്ടാതെ കൈവരച്ച് വരച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ വാർഷികം കഴിഞ്ഞു. അയാളൊക്കെ സന്ദർശിക്കേണ്ട മനസ്സുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിമോചന സ്വഭാവമുള്ള ദൈവശാസ്ത്ര പഠനങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു തന്നെ. ഞാനൊക്കെ ഇത് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എന്ന് വെച്ചെന്നാൽ, ഞങ്ങൾ രൂപപ്പെട്ട കാലത്ത് അതിനിങ്ങനെ കുറെ കൂടി ലിബറേറ്റീവായിട്ട് വ്യാഖ്യാനിക്കുന്ന വൈദികർ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വൃത്താഭ്യാസങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരിടമായിട്ട്. അതുകൊണ്ടാണ് ഇത്ര മീതെയൊക്കെ ഈ ആരാധനക്രമങ്ങളുടെ മീതെയൊക്കെ തർക്കം നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു വിപുലത മനസ്സിലാക്കണമെങ്കിൽ വയനാട്ടിലൊക്കെ പോയി നിൽക്കണം. ദേശമില്ല, ദേശത്തിലെ വിവിധമായ ആരാധനാലയങ്ങളില്ല, മനുഷ്യ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏത് മതമാണെന്നറിയാത്തത് കൊണ്ട് എല്ലാ മതങ്ങളും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടന്നു പോയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളിൽ പെട്ടുപോയത്. ലിബറേറ്റീവ് സ്വഭാവമുള്ള, വിമോചന സ്വഭാവമുള്ള ഒരു ദൈവശാസ്ത്ര വായനയ്ക്ക് നേരമില്ലെങ്കിൽ വൈകാതെ ഇവിടത്തെ പൗരോഹിത്യ സങ്കല്പം അപ്രസക്തമാണ്. ദരിദ്രരോട് നമ്മൾ എന്ത് ചെയ്തു? അവരെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ കെട്ടുപോയ വിളക്കുമരങ്ങളുടെ പുറത്ത് അരികിൽ ഇവർ ചാരിഞ്ഞപ്പോഴുണ്ട് നമ്മുടെ വെട്ടമുള്ള ജീവിതത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും തർക്കമുണ്ട്. നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച് തർക്കമുണ്ട്. നമ്മുടെ ഫീസ്റ്റ് ആഘോഷങ്ങളെ കുറിച്ച് തർക്കമുണ്ട്. നമ്മുടെ ജൂബികളെ കുറിച്ച് തർക്കമുണ്ട്. ഇത് മാത്രം പുരോഗതിയുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിയാനി നമ്മൾ ഓർമ്മിക്കുന്നത്? അവരുടെ ഒരു ദരിദ്ര ജീവിതത്തെ കുറിച്ച് കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ദിവസത്തിന്റെ ഓർമ്മ പൂർണ്ണമാവുകയില്ല. കഠിന രോഗമാണ്, അവസാനത്തെ രോഗത്തിന്റെ കഥയായി പറയുന്നത്. എന്തുകൊണ്ട് ഡോക്ടറെ കാണുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വൈദികനായ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. എന്താ കാര്യം? എൻ്റെ കൈവശം അവിടെ അടക്കാനുള്ള പണമില്ല. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് കൈമാറാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഈ ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഒരു മനുഷ്യന്റെ പേരായിരുന്നു ഇയാളെ. നിർബന്ധിച്ചോ ഒക്കെയാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ നൗഷീറ്റിലായിരുന്നപ്പോ നോയ്സ് മാസ് എന്ന് പറയുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ അന്ന് പിടുത്തം കിട്ടിയിട്ടുമില്ല. പിടുത്തം കിട്ടാത്ത കാര്യം ഓർമ്മിക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് തലക്കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ലോകത്ത് ഒരിടത്തും ദരിദ്രനായിരിക്കുന്നതിന്റെ പേരിൽ ഒരു പുരോഹിതനും അപമാനിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ധനികരായിരിക്കുന്നതിന്റെ പേരിൽ അപ്രകാരം സംഭവിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഞങ്ങളുടെ പോവർട്ടി എന്ന് പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട മറ്റു പാഠങ്ങളൊന്നും വേണ്ടെന്നായാണ്. ലോകത്ത് ഒരിടത്തും ദരിദ്രനായിരിക്കുന്നതിന്റെ പേരിൽ ഒരു പുരോഹിതൻ പരിഹസിക്കപ്പെട്ടിട്ടില്ല. ഒരു ധനികനായിരിക്കുന്നതിന്റെ പേരിൽ അത് സംഭവിക്കുന്നുണ്ട്. മക്കൾക്ക് കുറെ കൂടി ഇന്റലിജൻസും ഹോണസ്റ്റിയും ഒക്കെ ഉള്ള, നിങ്ങളുടെ ഇന്റലിജൻസിനെയും സത്സന്ധതയും ഒക്കെ ഞാൻ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പം ഈ പുണ്യവാന്റെ ഒക്കെ ബാക്ക്ഡ്രോപ്പിലൊന്ന് ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കാൻ പറ്റുമോ? എല്ലാവരും ഗൂഗിളൊക്കെ ചെയ്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ ആ മിനിമലിസം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കാര്യവും ഇതെങ്ങനെയാണ് പാലിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയുള്ള അനവധി ലിറ്ററേച്ചർ നിങ്ങൾക്ക് കിട്ടും. ഇതിങ്ങനെ പുറത്തൊക്കെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിശ്ചയമായിട്ടും ഈ വിയാനി ദിവസത്തിന്റെ ഹോംവർക്കായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കണം. ആരൊക്കെയാണ് വിധിക്കാനായിട്ട് വരുന്നത്? പിന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത മനുഷ്യര്. 2, ഈ അറിവിന് വേണ്ടി അലഞ്ഞ് അപകടകരമായിട്ട് ജീവിച്ച മനുഷ്യര്. 3,
ഈ തിരുവചനങ്ങളെ ഒക്കെ നിഷ്കളങ്കമായിട്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും എടുത്ത ആർജവമുള്ള മനുഷ്യരാണ്. 4 തൊട്ടു പിന്നത്തെ തലമുറ. 5 നമ്മൾ കാണുകയോ കാണാതിരിക്കുകയോ പോയ ദരിദ്രത. ദരിദ്രരോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് നിലനിർത്തേണ്ടത് ഇങ്ങനെ സ്വയം ദരിദ്രനായിക്കൊണ്ട് തന്നെയാണ്. വേറെ വഴിയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ചാരിറ്റി ആക്ടിവിറ്റിയാണ്. ദരിദ്രനായ ചില പുരോഹിതന്മാരെ നമുക്കിടയിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് ഈ ദിവസം ഒരു സ്പ്രിംഗ് ബോർഡാവട്ടെ. ദരിദ്രരായ പുരോഹിതർ. എന്തുകൊണ്ടാണ് വല്ലപ്പോഴും ഒന്നിലുമൊക്കെ ഇങ്ങനെ ഒരു പുരോഹിതന്റെ യാത്രയപ്പിൽ ഒരു ചെറിയ തോൾസഞ്ചിയൊക്കെ എടുത്ത് അയാൾ ഇങ്ങനെ നടന്നു പോകുന്ന പടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഈ പൗരോഹിത്യത്തിനെതിരായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചിത്രമായിട്ട് വരുന്നത്? എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കിണങ്ങിയ മട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാൾ. വലിയ ചിത്രകാരനായ വാൻ ഗോഗിന്റെ ഒരു പ്രത്യേക കാലഘട്ടം ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അയാൾ കുറച്ചു കാലം ഒരു എവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ഒരു പാസ്റ്റർ ആയിരുന്നു. ഇയാളുടെ സഭ നിശ്ചയിച്ചത് ഇങ്ങനെ മൈൻ ഖനിത്തൊഴിലാളികളുടെ ഇടത്തേക്കാണ്. അവിടുന്നാണ് ഈ പൊട്ടറ്റോ ഈറ്റേഴ്സിന്റെ ഒക്കെ ചിത്രത്തിന്റെ സങ്കല്പങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അയാളോട് ചെല്ലുന്നു. ശനിയാഴ്ച രാത്രിയാണ് ഈ ഹോളി സപ്പർ, നമ്മുടെ കുർബാന കണക്കൊരു കാര്യം. എന്നിട്ടും അന്ന് ആകപ്പാടെ ഈ മനുഷ്യനും ഇയാളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം മാത്രം ഉണ്ടെന്ന് മാത്രം കരുതാവുന്ന ഒരു രാവ് കടന്നുപോയി. പിറ്റേന്ന് ശനിയാഴ്ച ഇത് കണക്ക് ഇയാള് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഈ ഖനിയൊക്കെ ചുറ്റിയാണെന്ന് കാണണ്ടേ. അങ്ങനെ ചെറിയ മകളെ ഇയാളെയും കൂട്ടിക്കൊണ്ടുപോയി. വൈകുന്നേരം ഒത്തിരി അലഞ്ഞു കഴിഞ്ഞ് ആ കുർബാനയുടെ നേരമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഹോളി സപ്പറിന്റെ നേരമാകുമ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. വൈകി നേരെ ഓടി ബലിയർപ്പണം ആരംഭിച്ചു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആരംഭിച്ചു. ആരുമില്ല പള്ളിയിൽ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആരൊക്കെയോ കയറി വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ പള്ളി നിറഞ്ഞു. അടച്ചിട്ട ജനാലപ്പാളികൾ തുറന്ന് പിന്നെയും കുറെ മനുഷ്യർ പുറത്തു നിൽപ്പുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് ഇവിടെ സംഭവിച്ച വ്യത്യാസം എന്നൊക്കെ ഓർത്ത് ഈ മനുഷ്യൻ അമ്പരക്കിയത്. ആ വ്യത്യാസം അയാൾക്ക് പിടുത്തം കിട്ടി. ഇങ്ങനെ സങ്കീർത്തി വന്നിട്ട് തിരുവസ്ത്രങ്ങൾ അൺവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കണ്ണാടി നോക്കി. ഒരു ദിവസം ഈ ചേരിയിലൂടെ അലഞ്ഞ്, ഈ ഖനിയുടെ ഇടനാഴിയുടെ അലഞ്ഞ് ഇയാളുടെ രൂപം ഇങ്ങനെ സൂര്യവെളിച്ചം കൊണ്ടും പൊടി പുരണ്ടും ഒക്കെ കൃത്യമായിട്ടൊരു ഖനിത്തൊഴിലാളിയുടെ കണക്കായി. ഞങ്ങളിൽ ഒരുവൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളിൽ ഒരുവൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.